ഇത് ജെൻസി മനു. പ്രകൃതി സ്നേഹി കൂടിയായ ജെൻസി മനു സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് ഉടമയാണ്. അധ്യാപിക കൂടിയായ ജെൻസി മനു മനസ്സ് തുറക്കുന്നു ഞാനറിഞ്ഞ ക്രിസ്തുവിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അറിഞ്ഞ ഒരു ക്രിസ്തുവുണ്ട്. ഒരുപക്ഷെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വാക്കുകളേക്കാൾ ഉപരി അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു ക്രിസ്തുവിനെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾക്ക് ഞങ്ങൾ 2 പെൺകുട്ടികൾ. ആയൂർ ശാലേം മാർത്തോമ ഇടവകയിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂൾ അഭ്യാസനവും അതോടൊപ്പം തന്നെ ഇടവക ശുശ്രൂഷകളിലുള്ള ക്രമമായ ഇടപെടലുകളും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ രൂപാന്തരത്തിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. അതിലുപരി ഞങ്ങളുടെ അമ്മയുടെ ക്രമമായ പ്രാർത്ഥനകളും അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള അനുഭവങ്ങളുമാണ് ഞങ്ങളെ കൂടുതൽ ശക്തീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമായി തുണയായി എന്നും കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ ഞങ്ങൾ ഉണരുമ്പോൾ കണ്ണുനീർ ഒഴുക്കുന്ന ആ ഒരു മാതാവിനെ ഞങ്ങൾക്കെന്നും ദർശിക്കാൻ പറ്റുമായിരുന്നു. അതിലൂടെയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമ്പോഴും വിവിധ സാഹചര്യങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ആ ദൈവത്തെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നത് വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ +2 കാലയളവിൽ എനിക്ക് സിവിയറായിട്ടൊരു മെഡിസിൻ അലർജി വന്നു. അന്ന് ഒരു ക്യാമ്പിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു പനിയാണ് വന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് തന്നു. ടെസ്റ്റ് ഡോസ് എടുത്തു. ബോഡി റിയാക്റ്റ് ഒന്നും ചെയ്തില്ല. ഫുൾ ഡോസ് ഡോക്ടർ തന്നപ്പോൾ കംപ്ലീറ്റ്ലി ബോഡി ഒരു അനാഫൈലാറ്റിക് കണ്ടീഷനിലേക്ക്, അനാഫൈലാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിയർ ടു ഡെത്ത് എന്നാണ്. അപ്പോൾ ആ ഒരു അനാഫൈലാറ്റിക് കണ്ടീഷനിലേക്ക് കംപ്ലീറ്റ് ബോഡി പോവുകയാണ് ചെയ്തത്. വളരെ ഓക്സിജൻ കോൺസെൻട്രേഷൻ വളരെയേറെ താന്നു. ബോഡി ആർട്ടിഫിഷ്യൽ ഓക്സിജനെയൊക്കെ റിജക്റ്റ് ചെയ്തു. ഹാർട്ട് ബീറ്റൊക്കെ വളരെ ലോ ആയി. ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധി എഴുതിയ ഒരു ദിനമായിരുന്നു അന്ന്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം. ഡോക്ടർ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ എന്നെക്കൊണ്ട് ആവശ്യമുണ്ടായിരിക്കാം. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതെനിക്ക് വലിയൊരു പാഠമാണ് തന്നത്. വൈദ്യശാസ്ത്രം പോലും യാതൊരു ഹോപ്പുമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ വലിയവനായ ദൈവം തമ്പുരാന് നമ്മളെ കൊണ്ട് എന്തൊക്കെയോ പ്രയോജനങ്ങൾ ഉണ്ടാക്കാനുണ്ട് എന്നൊരു തിരിച്ചറിവ് അന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ICUവിൽ കിടക്കുമ്പോൾ കുറച്ചൊക്കെ ബോധം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ICUവിൻ്റെ എല്ലാ ഭിത്തികളിലും ക്രിസ്തുവിൻ്റെ അദൃശ്യമായ കരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ കണ്ടു. ആ ഒരു ഇടപെടലിൽ ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന് എന്നിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ആ നിമിഷം ഞാൻ വളരെയേറെ അഗാധമായിട്ട് വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഒരുപക്ഷെ എന്നെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ഇന്നും തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വലിയൊരു ഇടപെടൽ എല്ലാ സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ നാം ആശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ ഇടപെടൽ ഉണ്ടെന്നൊരു തിരിച്ചറിവ് എനിക്ക് ആ അനുഭവം തന്നു. പിന്നെ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഓരോ നിമിഷങ്ങളിലും വലിയവനായ ക്രിസ്തുവിനെ രുചിച്ചറിയുവാനായിട്ട് കൃപ നൽകി. ഒരുപക്ഷെ ഒട്ടുമിക്ക മെഡിസിനും അലർജിയുള്ള എനിക്ക് 3 ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നു. പല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ ഭയങ്കര ഹൈ റിസ്ക് പ്രഗ്നൻസി ടൈമിലും ആ ഒരു വളരെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത്. പക്ഷേ വളരെ സ്മൂത്തായിട്ട് വേറെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വലുതായ
ചില ദാനങ്ങളെ അനുഭവിക്കുമ്പോൾ എന്തുമാത്രം നമ്മൾ നന്ദിയുള്ളവരാണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള അനുഭവങ്ങളാണ് തരുന്നത്. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ, കുടുംബജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിലൊക്കെയും വലിയവനായ ക്രിസ്തു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ജോലിയുടെ ടൈമിൽ, ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായ ടൈമിൽ, ഏകദേശം 1 വർഷക്കാലം ഹസ്ബൻഡ് ജോലിയുടെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഹൈ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം 1 വർഷം ഒരു ജോലി ഇല്ലാത്ത ഒരവസ്ഥ, ഫിനാൻഷ്യലി വന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, ഒരുപക്ഷെ ആശയെല്ലാം നശിച്ച ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പം ഗൾഫിലേക്ക് പോകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചിന്തകളിലോ ഞങ്ങളുടെ സ്വപ്നങ്ങളിലോ ഒന്നുമുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഓഫർ വന്നപ്പം 3 പ്രാവശ്യം ആ ജോലി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എന്താ പറയുക, ആശ നശിച്ച ഇടങ്ങളിൽ ദൈവത്തിന് ചില വൻ കരുതലുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ കണക്കുകൂട്ടലുകളോ ഒന്നുമല്ല ക്രിസ്തുവിൻ്റെ കണക്കുകൂട്ടലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ആശകളോ നമ്മുടെ കണക്കുകൂട്ടലുകളോ ഒന്നുമല്ലല്ലോ ക്രിസ്തുവിൻ്റെ ചില കണക്കുകൂട്ടലുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചിലതൊക്കെ നേടാൻ കഴിയാതിരിക്കുമ്പോൾ നിരാശയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ അനുഭവം. എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നില്ല എന്ന ചില പരാതികൾ. എന്നാൽ ഒരുപക്ഷെ അന്നത് തരാതിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അന്നത് നേടാതിരുന്നത്, അതിലുപരി ദൈവം എന്നെ ചില പദ്ധതികളിൽ ഭാഗമൊക്കെ ആക്കുവാനായിട്ടാണെന്നുള്ള തെളിവുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പല ജോലികളും ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും ഫൈനൽ ഇൻ്റർവ്യൂസൊക്കെ ക്ലിയർ ആയിട്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ അതൊക്കെ ഇല്ലാണ്ടായി തീരുമ്പം ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനം എങ്ങനെയെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുമ്പോൾ ഒരുപക്ഷെ വലിയവനായ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഗൾഫ് എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നങ്ങളിലോ ഞങ്ങളുടെ ചിന്തകളിലോ ഒന്നുമുള്ള ഒരാശയമായിരുന്നില്ല. ഈ ഗൾഫിലുള്ള ജോലിയുടെ ഓഫർ വന്നപ്പോൾ ഒരുപക്ഷെ 3 തവണ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വേറെ ഒന്നുകൊണ്ടുമല്ല, പോകാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അവസാന നിമിഷം വേറെ യാതൊരു ഹോപ്പും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എന്തിനെയൊക്കെയോ കമ്പൽഷൻ മൂലം ആ ഒരു ജോലിക്ക് വില്ലിംഗ് ആയിട്ട് അത് സൈൻ ചെയ്ത് അയക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഞങ്ങളുടെ ചില സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ, വീട് എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു സ്വപ്നമാണല്ലേ, മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഉള്ളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതൊക്കെ നിവർത്തീകരിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇടം നൽകി. ഒരുപക്ഷെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥകളിൽ നിന്നും, പലപ്പോഴും അല്ലെങ്കിൽ ആശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വലിയവനായ ക്രിസ്തു നമ്മളെ കരം പിടിച്ച് ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥകളിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ പതറിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്തു ഒരു നല്ല വൈദ്യൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമായി നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ 3rd ബേബീൻ്റെ സമയത്തായിരുന്നു എൻ്റെ അമ്മ ബെഡ് റിഡനായിട്ട് കിടന്നത്. അപ്പം ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മൂത്ത 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 വീലറെ ഓടിക്കുമ്പോൾ, അന്ന് ഞാൻ 2 വീലറെ ഓടിക്കത്തുള്ളൂ, മറ്റ് വാഹനങ്ങളൊന്നും എടുക്കാനായിട്ട് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലില്ല, പ്രായമായ മാതാപിതാക്കൾ, അമ്മ കംപ്ലീറ്റ്ലി രോഗാതുരമായ അവസ്ഥ, ഏത് നിമിഷവും മരണം അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന സാഹചര്യം. അപ്പം ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉദരത്തിൽ ഞാൻ വഹിക്കുന്ന എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകളോ അല്ലെങ്കിൽ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ രാവിലെ കോളേജിൽ പോവുക, രോഗാതുരമായ അല്ലെങ്കിൽ ഏത് നിമിഷവും മരണത്തെ വരിക്കുവാനായിട്ട് നിൽക്കുന്ന എൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു വലിയൊരു ട്രോമ കണ്ടീഷനിലൂടെയാണ് ഞാനന്ന് കടന്നുപോയത്. പക്ഷേ എന്തൊക്കെയോ, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ്റെ ഒരു കരുതൽ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ തരണം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞെന്നുള്ളത് അത് ഒരുപക്ഷെ പൈതൃകമായി അല്ലെങ്കിൽ കുഞ്ഞുനാളിലേ കിട്ടിയ ആ ഒരു ദൈവിക വിശ്വാസം,
അല്ലെങ്കിൽ ദൈവം എന്നോടൊപ്പം ഏത് സാഹചര്യങ്ങളെയും ഏത് പ്രതിസന്ധികളെയും എനിക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും എന്ന ആ ഒരു വിശ്വാസം, ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു സാഹചര്യങ്ങൾ എനിക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പ്രസൻസ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ആ സാഹചര്യങ്ങളിലൊക്കെ അമ്മയോടൊപ്പം നിൽക്കുവാൻ, അമ്മയെ ശുശ്രൂഷിക്കുവാൻ, എൻ്റെ ബാക്കിയുള്ള കർത്തവ്യങ്ങളും അതിനോടൊപ്പം നിർവഹിക്കുവാനൊക്കെ സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകുകയും ചെയ്തിട്ടുണ്ട്. വീട് മനോഹരമായിട്ട്, ഒരു പക്ഷേ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഒക്കെ ഈ വീട് കൺസ്ട്രക്റ്റ് ചെയ്യാനും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനും എൻ്റെ അമ്മയുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുവാനും അതോടൊപ്പം ജോലിക്ക് പോകുവാനും കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുവാനും ഒക്കെ എവിടുന്നോ വലിയൊരു കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു വരുമ്പോഴാണ് എന്ത് സാഹചര്യത്തെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു പവർ നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും, ദൈവമേ എന്താണ് എനിക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനിതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്ന് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഹോണ്ട് ചെയ്യുന്ന ടൈമിൽ പോലും എന്നെക്കൊണ്ട് ഇത് പറ്റും, മറുപുറത്ത് എന്നെക്കൊണ്ട് ഇത് പറ്റും, അല്ലെങ്കിൽ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും എന്ന ഒരു ആത്മവിശ്വാസവും കൂടെ ക്രിസ്തു നമുക്ക് തരുന്നുണ്ട്. ഇതിൽ നിന്ന് പഠിക്കുന്നൊരു പാഠം, ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികളില്ലാത്ത ഒരവസ്ഥയല്ല. വിവിധങ്ങളായ പ്രതിസന്ധികൾ വിവിധങ്ങളായ രൂപങ്ങളിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ നമ്മളെ മാടി വിളിക്കുമ്പോൾ ആ പ്രതിസന്ധികളിലൊന്നും തളരാതെ നിൽക്കുവാനുള്ള ഒരു കൃപ ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാത്തതല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളുടെ നടുവിലും അതിനോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ടുള്ള ഒരു കഴിവ് ക്രിസ്തുവിലൂടെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഞാനറിഞ്ഞ ക്രിസ്തു എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടൊരു ക്രിസ്തുവാണ്. ഒരുപക്ഷെ വാക്കുകളിലേക്കാൾ ഉപരി പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ കരുതുന്ന ഒരു നല്ല ഇടയനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരുണയുള്ള, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ സ്വായത്തമാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കുടുംബമായിട്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവിധ അവസ്ഥകളിൽ പങ്കുചേരുവാനായിട്ട് ഇന്നും ഞങ്ങളെ ദൈവം എടുത്ത് വിനിയോഗിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ സമയത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിസോഴ്സ് അവർക്ക് പങ്കുവെക്കുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ ആയിരിക്കാം. ഏത് സാഹചര്യത്തിലായാലും ശരി, മറ്റുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടി നമ്മുടെ ഭാഗമാണെന്നുള്ള ചിന്തയിലൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു വാക്ക് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുമോ എന്നുള്ളത്, മറ്റുള്ളവരുടെ അവസ്ഥകൾ കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥകൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വാക്കുകളൊക്കെ പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഈ ഒരു നൈമിഷികമായ ജീവിതത്തിൽ നീർക്കുമിളകളാകുന്ന ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രയോജനങ്ങളൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിർവൃതി എന്ന് പറയുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതം, അതിനെക്കുറിച്ചൊന്നും പറയുവാനായിട്ട് ഞാൻ ആളല്ല. എങ്കിലും വളരെ സുന്ദരമായ ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സുന്ദരമായ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിനെയൊക്കെ വളരെ മനോഹരമായിട്ട് വിനിയോഗിക്കുവാനായിട്ടൊക്കെ കഴിയണം. ഒരുപക്ഷെ ആ ഒരു ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് വരുവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാക്കുകളിലൂടെ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട്, പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം അങ്ങനെ ആ ഒരു ക്രിസ്തുവിനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. അപ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന, മറ്റുള്ളവരോട് ഭാഗമായി തീരുന്ന ഒരു നല്ല ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. അതിനേക്കാൾ ഉപരി ഞാൻ കണ്ട മറ്റൊരു ക്രിസ്തുവുണ്ട്, വാക്കും പ്രവൃത്തിയും ഒന്നായി കൊണ്ടുപോകുന്ന ഒരു ക്രിസ്തു. ആ ക്രിസ്തുവിനെ പലപ്പോഴും അനുകരിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എങ്കിലും മനുഷ്യൻ പൂർണ്ണനല്ലല്ലോ. അപൂർണതകളുടെ മൂർത്തിമത് ഭാവമായ മനുഷ്യൻ്റെ ചില വികലതകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതിനെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വായത്തമാക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് നിർവ്യാജമായ സ്നേഹമെന്ന് പറയുന്നത്. ഇന്നിൻ്റെ കാലയളവിൽ അത് എങ്ങോ പോയി മറിഞ്ഞ ഒന്നായി തീരുകയാണ്.
സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യരാശിയെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ഒരു ഘടകമായി മാറുകയാണ്. ഒരുപക്ഷെ നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്തിനോ വേണ്ടി അല്ലെങ്കിൽ ഉപാധികൾ വെച്ചുള്ള ഒരു സ്നേഹമാണ് ഇന്ന് ലഭിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിലുള്ള വളരെ പരിശുദ്ധമായ പ്രണയം പോലും ഇന്ന് കലാലയങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം ഒക്കെ ചില കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്നേഹങ്ങളായിട്ട് മാറുകയാണ്. കുടുംബജീവിതത്തിൽ പോലും സ്നേഹം എന്നത് ചില അളവുകോലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ ആ സ്നേഹം തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ അപരനെ നോക്കുന്നത് എൻ്റേതായ അളവുകോൽ വെച്ചിട്ടാണ്, എന്നാൽ അവൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. ആ അളവുകോൽ എന്തെന്ന് മനസ്സിലാക്കി അതിലൂടെ അവനെ അളക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. എൻ്റെ ചിന്താഗതികളായിരിക്കില്ല അപരൻ്റെ ചിന്താഗതികൾ. അവൻ്റെ ചിന്താഗതികൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ്റെ ഇന്നിൻ്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം മനസ്സിലാക്കിയ ക്രിസ്തു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തു എന്ന് പറയുന്നത് ഉപാധികളില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുവാൻ കഴിയുന്ന വലിയ ഒരു മനസ്സിനുടമയായ വ്യക്തിയെയാണ്. ഒരുപക്ഷെ ആ ക്രിസ്തുവിനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നെ ദ്രോഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ വിഘാതമാകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്നേഹിക്കുവാൻ കഴിയുന്ന വിശാലമായ മനസ്സിനുടമയായിരുന്നല്ലോ ആ ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടാണ് നാം ഈവൻ നമ്മുടെ ഈ ഒരു ആത്മീയത പോലും ലാഭേച്ഛയോട് കാണുന്ന ഒരു കൂട്ടം വ്യക്തികളുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തിലും ലാഭം കൊയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ. അത് ഏത് സഭയിലായാലും ശരി, സമൂഹത്തിൻ്റെ ഏത് മേഖലകളിലായാലും ശരി, ഏത് മതത്തിലായാലും ശരി, ലാഭേച്ഛയോടെ മതത്തെ കാണുന്ന ഒരു ഇന്നിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ എനിക്കെന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സമൂഹം, അവിടെയൊക്കെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ഇന്നിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതിർവരമ്പുകളുള്ള ഒരു സ്നേഹമാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുവാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനോ കഴിയാതെ വണ്ണം മനസ്സിൻ്റെ വാതായനകൾ അടയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അതിർവരമ്പുകളുണ്ട്. വേലിക്കെട്ടുകൾക്ക് അപ്പുറമുള്ള ഒരു സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന പാതയും അതാണ്. ഒരുപക്ഷെ നല്ല അയൽക്കാരൻ്റെ കഥയിലൂടെ നാം കാണുന്നതും അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. അതിനെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം ഏത് നിമിഷം തീരുമെന്നുള്ളത് നമുക്ക് ആർക്കും കണക്ക് കൂട്ടുവാനായിട്ട് പറ്റുന്നതല്ല. ഉള്ള സമയം മറ്റുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് കഴിയണം. കാലാന്തരങ്ങൾക്കപ്പുറം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഈ ലോകം അറിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുവാനും പറ്റണം. സർവ്വചരാചരങ്ങളുടെയും അധിപതിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഇന്ന് പ്രകൃതി വല്ലാണ്ട് മലിനപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പഠിപ്പിച്ച ഒന്നുണ്ട്, എല്ലാത്തിനെയും സ്നേഹിക്കുക എന്നത്. അത് മനുഷ്യനെ മാത്രമല്ല സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്, പ്രകൃതിയെ കൂടെ സ്നേഹിക്കുവാനായിട്ടുള്ളത് നമ്മുടെ കടമ തന്നെയാണ്. പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്, ഒരുപക്ഷെ അത് ക്രിസ്തുവിൻ്റെ ദാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സ് വല്ലാണ്ട് പതറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഒരുപക്ഷെ ഈ ഗാർഡനിങ്ങിലേക്കൊക്കെ തിരിഞ്ഞത്. പൂക്കളെ കാണുമ്പോൾ, ചെടികളെ കാണുമ്പോൾ, പുതിയ നാമ്പുകളൊക്കെ വരുമ്പോൾ എവിടെയൊക്കെയോ പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നു. അതും എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രകൃതി തന്നെ, അല്ലെങ്കിൽ ദൈവം ഈ പ്രകൃതിയിലൂടെ പലതിനും പരിഹാരം നമുക്ക് തരുന്നുണ്ട്. അതിനെയൊക്കെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഞാൻ ഈ ചെടികളെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം കൂടുതൽ സമയം ഇടപെടുവാനായിട്ടൊക്കെ സാഹചര്യങ്ങൾ ലഭിച്ചത്. നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ, പ്രകൃതിയുടെ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയണം. അതും ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഒരു വലിയ മാതൃക തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ക്രിസ്തു എന്ന് പറയുന്നത് നല്ലൊരു ലിസണറാണ്. നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കൺഫ്യൂഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു പാർട്ട്ണറാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പോഴാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് നമ്മൾ യാചിക്കുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, വളരെ സ്മൂത്തായിട്ട് ലൈഫ് പോവുകയാണെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ഒരു പക്ഷേ ഒരു ജൽപ്പനങ്ങളായിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ ഒരു ടൈം ബീയിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ മാറാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില തിക്തമായ അനുഭവങ്ങൾ വരുമ്പോൾ, വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ടൈം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുന്നത്. ദൈവമേ, എൻ്റെ ഈ സാഹചര്യത്തിൽ എന്നോടൊപ്പം ഒന്ന് നിൽക്കണേ, എൻ്റെ ഉത്തമ സുഹൃത്തായിട്ട് നീ ഒന്ന് കാണണേ, അല്ലെങ്കിൽ എനിക്കിതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരണമേ എന്നൊക്കെ നാം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ദൈവത്തെ മറുത്തു പറയുവാനായിട്ടല്ല, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അർത്ഥവത്തായിത്തീരുന്നത്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച രീതിയിലൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ആൻസർ ആയിരിക്കണമെന്നില്ല നമുക്ക് കിട്ടുന്നത്. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ ദൈവത്തോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ദൈവമേ, അങ്ങയുടെ ഹിതത്തിന് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്ത് തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ഞാനത് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതിലൂടെ മറ്റൊരു നന്മയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ഉപരി സർവശക്തൻ്റെ ക്രിസ്തുവിൻ്റെ വലിയ ഒരു ആഗ്രഹം എന്നിലൂടെ നിറവേറാൻ ഞാൻ പാത്രമായി തീരുന്നു എന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയത്തില്ല ഏത് സാഹചര്യത്തിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നതെന്ന്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇന്ന പേരൻസിൻ്റെ, ഇന്ന കുടുംബത്ത്, ഇന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ ജനിച്ചത്. ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും വലിയ കാഴ്ചപ്പാടുകളുണ്ട്, വലിയ ചിന്തകളുണ്ട്. അതിൻ പ്രകാരമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ഒക്കെ ജനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവഹിതത്തിനനുസൃതപ്പെട്ടേ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. വിവിധ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനായിട്ട് ക്രിസ്തുവിൻ്റെ ആ ഒരു അദൃശ്യ കരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന പ്രാർത്ഥന മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. എല്ലാം സ്മൂത്തായിട്ട് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുകയില്ല. എന്ത് അനുഭവത്തിലും അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ്റെ കൃപ, ക്രിസ്തുവിൻ്റെ കരുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അർഹതയുള്ളൂ. നല്ല ഒരു കൂട്ടാളിയായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. യാതൊരു ഫോർമാലിറ്റീസും വേണ്ടല്ലോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ എന്ത് ചിന്തകളും യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാതെ, യാതൊരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയും. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു നാഥനുണ്ട്. ആ നാഥൻ്റെ മുമ്പിൽ എൻ്റെ എല്ലാ അവസ്ഥകളെയും, എൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും യാതൊരു മറയുമില്ലാതെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ലോകം നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ലോകം നമ്മളെ നോക്കി കൈ ചൂണ്ടുന്നുണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഉപരി യാതൊന്നുമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് വേണം. ദൈവസന്നിധിയിലേക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, സകലതും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ അറിയുന്ന ക്രിസ്തു എന്ന് പറയുന്നത് സകലതും നന്മയ്ക്കായിട്ട് നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനെയാണ്.
നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതൊക്കെയും നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാനായിട്ട് പ്രതിസന്ധികളിൽ താളടിയാകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നൽകുന്നത് നമ്മെ നാമായി പൂർണ്ണമായി മനസ്സിലാക്കുന്ന നല്ല ഒരു സുഹൃത്തായി എന്നും നിലനിൽക്കും. ആ വിശ്വാസം തന്നെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സ്വർഗതുല്യമാക്കുവാനായിട്ട് സഹായിക്കുന്നത്.